ഉണ്ടാകുന്നത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ സുഹൃത്തിനെതിരെ ആരോപണവുമായി പെൺകുട്ടിയുടെ അച്ഛൻ. സുഹൃത്ത് മകളെ സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നാണ് പിതാവിന്റെ ആരോപണം. IB ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിക്കെതിരെയാണ് ആരോപണം. മകളുടെ ഫെബ്രുവരി മാസത്തെ ശമ്പളമടക്കം സുഹൃത്ത് വാങ്ങിയെടുത്തു. ഭക്ഷണം കഴിക്കാനുള്ള പണം പോലും മകളുടെ കൈവശമില്ലായിരുന്നുവെന്ന് അന്വേഷണം ആവശ്യപ്പെട്ട് മേഘയുടെ പിതാവ് പേട്ട പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്ന പേട്ട പോലീസ് സ്റ്റേഷനിൽ പിന്നെ ADGP മനോജ് അബ്രാസ് സാറിന് പരാതി കൊടുത്തിട്ടുണ്ട്. FRR തിരുവനന്തപുരം IBയുടെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ എവിഡൻസ് ലാപ്ടോപ്പ് നമ്മുടെ കയ്യിലായിരുന്നു. അത് നമ്മുടെ കയ്യിൽ മീൻസ് അവിടെ റൂമിലുണ്ടായിരുന്നു. അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഓൾറെഡി അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഫോറൻസിക് ലാബിലേക്ക് അയക്കണമെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്. അപ്പോൾ അതിന് ശേഷം മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചു. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിച്ചെന്ന് അവനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തതായിട്ട് കണ്ടു. കിട്ടുന്ന പൈസയൊക്കെ അവനതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് അതിൽ നിന്ന് വെളിവാകുന്നത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പല സ്ഥലത്തു നിന്നും ഈ ATM കാർഡ് ഉപയോഗിച്ചും അല്ലാതെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. വിവരങ്ങളുമായി ശശിനാരായണനും തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദും ചേരുന്നുണ്ട്. ആദ്യം ശശിനാരായണനിലേക്കാണ്. ശശി, തുടക്കത്തിൽ ഈ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശിയായ യുവാവിനെതിരെ IB ഉദ്യോഗസ്ഥനെതിരെ ആരോപണം ഉയർന്നു വന്നതാണ്. പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തിലെ ചില പ്രശ്നങ്ങളാണ് ആത്മഹത്യ കാരണമായതെന്നായിരുന്നു തുടക്കത്തിൽ ഉയർന്നു വന്ന ആരോപണം. ഇപ്പോൾ പക്ഷേ കുടുംബം സാമ്പത്തികമായും മകളെ ഈ യുവാവ് മലപ്പുറം സ്വദേശി ചൂഷണം ചെയ്തുവെന്ന് ആരോപിക്കുന്നുണ്ടല്ലോ. ഈ മരണശേഷമാണോ ഇക്കാര്യങ്ങളൊക്കെ കുടുംബം മനസ്സിലാക്കുന്നത്? ടോം, തീർച്ചയായിട്ടും ഈ മേഘയുടെ മരണത്തിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ കൂടി കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം സാമ്പത്തികമായും വളരെയേറെ മേഘയെ ഈ സുഹൃത്ത് ചൂഷണം ചെയ്തിരിക്കുന്നു. ഒപ്പമുള്ള ഉദ്യോഗസ്ഥനാണ് മലപ്പുറം സ്വദേശി എടപ്പാളുകാരനാണ് ഈ IB ഉദ്യോഗസ്ഥൻ. എന്തായാലും സാമ്പത്തികമായി ഈ മേഘയെ ചൂഷണം ചെയ്തു എന്നുള്ള കാര്യം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നു. ഒപ്പം ഭീഷണിയും ഉണ്ടായിരുന്നു. ഇത് രണ്ടുമാണ് മേഘയുടെ മരണത്തിന് കാരണമെന്നാണ് പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ ശമ്പളം വരെ, അതായത് മേഘ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിലെ എല്ലാ ശമ്പളവും അതാത് ദിവസങ്ങളിൽ ATM കാർഡ് ഉപയോഗിച്ച് ഇയാൾ കൈവശപ്പെടുത്തിയിരുന്നു, ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. മരിക്കുന്ന സമയം 80 രൂപ മാത്രമാണ് മേഘയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ നിരന്തരം ചൂഷണം ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി കുടുംബം വ്യക്തമാക്കുന്നു. ഒപ്പം പലതവണ ഈ സുഹൃത്തിനെ കാണാൻ വേണ്ടി മേഘ കൊച്ചിയിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം ഈ സുഹൃത്തും തിരുവനന്തപുരത്തും വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും യാത്ര ചെയ്യുന്ന ചെലവുകളെല്ലാം മേഘയുടെ അക്കൗണ്ടിൽ നിന്നുള്ള പൈസയാണെന്നാണ് പറയുന്നത്. ഈ പല ATM കാർഡ് ഉപയോഗിച്ച് പല സമയങ്ങളിലും അക്കൗണ്ട് മുഖേനയും ATM കാർഡ് ഉപയോഗിച്ചും 3.5 ലക്ഷത്തോളം രൂപ പല പ്രാവശ്യമായി ഈ സുഹൃത്ത് കൈവശപ്പെടുത്തി എന്നുള്ളതാണ് കുടുംബം പ്രധാനമായി ഉന്നയിക്കുന്നത്. ഈ മേഘ മരിക്കുന്നതിന്റെ അന്ന് ഫോൺ ചെയ്തതും ഈ സുഹൃത്തിനെയാണ് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. അത്തരത്തിൽ ഒരു ദുരൂഹത ഇക്കാര്യത്തിലുണ്ട്. എന്തായാലും ഭീഷണിയും ഒപ്പം സാമ്പത്തിക ചൂഷണമാണ് മേഘയുടെ മരണത്തിന് കാരണം എന്ന് കുടുംബം പറയുന്നു. അച്ഛനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അച്ഛൻ മധുസൂദനാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കുടുംബം ഒന്നാകെ ഇക്കാര്യം ആരോപിക്കുന്നു. എന്തായാലും പ്രണയപരമായിട്ടുള്ള പ്രണയവും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. അത് വീട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. അത്തരം വിവാഹ ആലോചനകൾ വരെ നടന്നിരുന്നു. ഈ സുഹൃത്ത് വീട്ടിലെത്തുമെന്നും വീട്ടുകാരെ അറിയിച്ചത്. പക്ഷേ ഇതൊക്കെ നിരസിക്കുകയുണ്ടായി. ഇതെല്ലാം ഈ ആത്മഹത്യക്ക് ഒരു കാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മേഘയുടെ അച്ഛൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. സാമ്പത്തിക ചൂഷണം വളരെ രീതിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോഴാണ് കുടുംബം പുറത്തു പറയുന്നത്. എന്തായാലും ഈ കാരണക്കാരായ ഇതിനൊക്കെ കാരണമായ ഉദ്യോഗസ്ഥരെ വ്യക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട പേട്ട പോലീസും IBക്കും ഒക്കെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പ്രണയം എന്ന് പറയുന്നത് തീർച്ചയായും ശശി, ഇതോടൊപ്പം ഈ മലപ്പുറം സ്വദേശിയായ യുവാവിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഭീഷണി ഉണ്ടായിരുന്നു, മേഘയ്ക്ക് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് മരണത്തിന് മുൻപ് മേഘ മാതാപിതാക്കളോടോ മറ്റു കുടുംബാംഗങ്ങളോടോ ഇക്കാര്യങ്ങളെക്കുറിച്ച് പങ്കുവച്ചിരുന്നോ? അതല്ലെങ്കിൽ ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വ്യക്തമായ തെളിവുകൾ, വിവരങ്ങൾ കുടുംബത്തിന് ലഭ്യമായിട്ടുണ്ടോ? ടോം, ഭീഷണി ഉണ്ടായെന്നുള്ള കാര്യം കുടുംബം ഇന്നാണ് പറയുന്നത്. മരണത്തിന് മുമ്പ് ഇക്കാര്യം വീട്ടുകാർക്ക് വ്യക്തമല്ലായിരുന്നു. പക്ഷെ എന്തായാലും കൃത്യമായി ഒരു ഭീഷണി ഈ മേഘക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മേഘ ആത്മഹത്യ ചെയ്യാൻ കാരണം. ഈ ട്രെയിനിന് മുന്നിൽ ചാടി മരിക്കുന്നതിന് തൊട്ടു മുമ്പും സംസാരിച്ചത് ഈ സുഹൃത്താണ് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കേണ്ട ഫോൺ രേഖയിൽ നിന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതാണ്, ഭീഷണിപ്പെടുത്തിയാണ്, ഈ സാമ്പത്തികമായി ചൂഷണം ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ പലതരത്തിലുള്ള ഈ വിവാഹ ബന്ധത്തിൽ നിന്നൊക്കെ ഈ സുഹൃത്ത് പിന്മാറി. ഇത്തരം കാര്യങ്ങളെല്ലാം
മേഘയെ അലട്ടിയിരുന്നു. അതൊക്കെയാണ് ഈ മരണത്തിന് കാരണമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ഇപ്പോൾ പേട്ട പോലീസിനും അതുപോലെ തന്നെ ADGP അടക്കമുള്ള ആളുകൾക്ക് പരാതി തീർച്ചയായും വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, പേട്ട പോലീസിനാണ് മേഘയുടെ കുടുംബം പരാതി നൽകിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം വേണമെന്നാണ്. അസ്വാഭാവിക മരണത്തിന് നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. ഇപ്പോൾ ഈ കൃത്യമായ തെളിവുകൾ സഹിതം ഈ കുടുംബം, അതായത് ഈ മേഘയുടെ അക്കൗണ്ടിൽ നിന്നും പണം ഈ ആൾക്ക് അയച്ചു, മലപ്പുറം സ്വദേശി യുവാവിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ സാമ്പത്തിക ചൂഷണം ഉണ്ടായിട്ടുണ്ട്. ഈ യുവാവിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ യുവാവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഈ യുവാവിനെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടുണ്ടോ? ടോം, ഇതുവരെ ഇയാളെ പ്രതി ചേർത്തിട്ടില്ല. മലപ്പുറം എടപ്പാൾ സ്വദേശിയാണ്, സഹപ്രവർത്തകനായിരുന്നു. വലിയ ആരോപണമാണ്, ഗുരുതരമായ ആരോപണമാണ് പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അവർ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ DGP അടക്കമുള്ളവർക്കും പരാതി നൽകുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. നേരത്തെ ADGP ലോ ആൻഡ് ഓർഡറിന് പരാതി ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. പേട്ട പോലീസിന്റെ അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴാണ് കുടുംബത്തിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത്. അതായത് സാമ്പത്തിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ നടന്നു എന്ന കാര്യം അവർ അത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോഴാണ് ഇങ്ങനെ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് തുടർച്ചയായി ഇയാൾ പണം വാങ്ങിയിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ശമ്പളം കിട്ടുമ്പോൾ അതേപടി അത് ഈ യുവാവ് കൈക്കലാക്കുകയും പിന്നീട് മേഘയ്ക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ 500-1000 രൂപ വീതം തിരിച്ച് അയച്ചു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു. ഇവർ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പലപ്പോഴും കൊച്ചിയിലേക്കുള്ള യാത്രകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലൈംഗിക ചൂഷണം അതുപോലുള്ള കാര്യങ്ങൾ അതും പരിശോധിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. ഇരുവരും അടുപ്പത്തിലാകുമ്പോൾ വിവാഹത്തിലേക്ക് പോകുന്നു എന്ന നിലയിലായിരുന്നു ഇവരുടെ ബന്ധം വളർന്നത്. പിന്നീട് ഈ യുവാവ് അതിൽ നിന്ന് പിന്മാറിയിരുന്നു. ചില വിവരങ്ങൾ ലഭിക്കുന്നത് ഇയാൾക്ക് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ട്. ആ കാര്യം മേഘ അറിയുകയും വിവാഹത്തിന് വേണ്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. അവിടെയാണ് ഇയാൾ പൂർണ്ണമായും കൈയൊഴിയുന്നു എന്നൊരു തോന്നലുണ്ടായപ്പോൾ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് പോയത്. അങ്ങനെയാണ് ഇപ്പോൾ കുടുംബം കരുതുന്നത്. മാത്രമല്ല, ഈ ഒരു ബന്ധമുണ്ടായിരുന്നപ്പോൾ തന്നെ അത് കുടുംബത്തെ അറിയിച്ചിരുന്നില്ല. അമ്മയാണ് അത് മനസ്സിലാക്കുന്നത്. മേഘയ്ക്ക് ജോലി കിട്ടുന്ന സമയത്ത് മേഘയുടെ പിതാവ് ഒരു കാറ് വാങ്ങി നൽകുന്നു. തിരുവനന്തപുരത്താണ് അപ്പോൾ ജോലി ചെയ്യുന്നത്. പക്ഷേ തൊട്ടടുത്ത ദിവസം ഈ കാറ് വാങ്ങി അടുത്ത ദിവസം നോക്കുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് എറണാകുളത്താണ്. അദ്ദേഹം പറയുന്നത് തൻ്റെ വാഹനം മോഷണം പോയി എന്നാണ് കരുതുന്നത്. തുടർന്ന് മോളെ ബന്ധപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഒരു യാത്രയിലാണ് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. അവിടെ മുതലാണ് ഇങ്ങനെ ഒരു യുവാവുമായി മകൾക്ക് അടുപ്പമുണ്ട് എന്ന കാര്യം കുടുംബം മനസ്സിലാക്കുന്നത്. പിന്നീട് മേഘയുടെ അമ്മ അത് ചോദിച്ചറിയുകയും ഈ വീട്ടുകാർ തമ്മിൽ അതുമായി ബന്ധപ്പെട്ട സംസാരത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും പിന്നീട് യുവാവ് ഇതിൽ നിന്ന് പിന്മാറി. ഇപ്പോഴത്തെ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, മേഘയുടെ പിതാവ് പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതി ചേർക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് പോലീസ് പരിശോധിക്കുകയാണ്. അതിൻ്റെ നിയമവശം പരിശോധിക്കുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുമെന്ന കാര്യം ഏതാണ്ട് വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ചൂഷണം, സാമ്പത്തികമായി പെൺകുട്ടിയെ ഞെരുക്കിയിരുന്നു, വിവാഹ വാഗ്ദാനം നൽകുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു, ലൈംഗികമായ ചൂഷണം നടന്നിട്ടുണ്ടോ, ഇതെല്ലാം തന്നെ ആ പെൺകുട്ടിയെ മാനസികമായി തളർത്തുന്ന നിലയിലേക്ക് കൊണ്ടെത്തിച്ചു. അതുതന്നെയാണ് ഈ ആത്മഹത്യയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തി FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടിയിലേക്ക് അന്വേഷണ സംഘം നീങ്ങും. ടോം. തീർച്ചയായും വിനോദ്, ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിയല്ല ഇതുപോലെ ആത്മഹത്യ ചെയ്തു. അതായത് പ്രണയ നൈരാശ്യം, അതല്ലെങ്കിൽ പ്രണയിച്ച് കാമുകൻ ചതിച്ചു എന്ന ഒരു മാനസികാവസ്ഥയുടെ പുറത്ത് ആത്മഹത്യ ചെയ്തത്. ഒരു IB ഉദ്യോഗസ്ഥയാണ്. ഈ ആരോപണ വിധേയനായിട്ടുള്ളതും സഹപ്രവർത്തനാണ്, IB ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ഈ കേസ് അട്ടിമറിക്കാനുള്ള ഏതെങ്കിലും ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്? കാരണം മേഘ ആത്മഹത്യ ചെയ്തത്, മേഘയുടെ മരണം സംഭവിച്ചിട്ടിപ്പോൾ ദിവസങ്ങൾ, ആഴ്ചകൾ പിന്നിടുന്നു. പക്ഷെ ഇതുവരെയും എന്തുകൊണ്ടാണ് ഇതിന്റെ അന്വേഷണം ഇത്രയും നീണ്ടുപോകുന്നത്? ഈ പ്രതിയെ, ഈ ആരോപണ വിധേയനെ, ഈ യുവാവിനെ ചോദ്യം ചെയ്യാൻ പോലും അല്ലെങ്കിൽ പ്രതി ചേർക്കാൻ പോലും ഇതുവരെയും തയ്യാറാകാത്തത് പോലീസ്? തീർച്ചയായും അത് സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയം തന്നെയാണ്. ഇത്ര വലിയ ഒരു ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും എന്തുകൊണ്ട് ഇതുവരെ ഒരു FIRൽ പ്രതി ചേർത്ത് കേസെടുത്തില്ല എന്നത് സംശയമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഏതായിരുന്നാലും പോലീസ് പറയുന്നത് അന്വേഷണം തുടരുകയാണ്. വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ വെളിപ്പെടുത്തൽ വരുന്നു. ഒരുപക്ഷെ ഇതൊക്കെ തന്നെ പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. ഈ സാമ്പത്തികമായ ഇടപാടുകളും മറ്റു കാര്യങ്ങളുമൊക്കെ, ബാങ്ക് ട്രാൻസാക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ വരേണ്ടതാണ്. ഏതായിരുന്നാലും അതിപ്പോൾ വീട്ടുകാർ അത് പരിശോധിച്ച് ഇങ്ങനെ ഒരു കാര്യമായി പറയുന്നു. അവർ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കുമൊക്കെ പരാതി നൽകാനുള്ള
തീരുമാനത്തിലേക്ക് പോകുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച് നമ്മൾ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്ന കാര്യം വളരെ താമസിയാതെ തന്നെ ഒരുപക്ഷെ ഇയാളെ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇതിൽ ഈ സാമ്പത്തികമായ ഇടപാടുകൾ, പെൺകുട്ടിയിൽ നിന്ന് പണം തുടർച്ചയായി വാങ്ങിയിരുന്നു. ഒരു രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്. പ്രധാനപ്പെട്ട ഒരു സർവീസിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥയാണ്. അവിടെ ഈ വിവാഹ വാഗ്ദാനം നൽകി സാമ്പത്തികമായി ആ പെൺകുട്ടിയെ വലിയ ഞെരുക്കത്തിലാക്കിയിരുന്നു. ആ പെൺകുട്ടിയുടെ പിതാവ് തന്നെ പറയുന്നത് ഏറ്റവും ഒടുവിൽ 80 രൂപയാണ് ആ പെൺകുട്ടിയുടെ മേഘയുടെ അക്കൗണ്ടിൽ അവസാനമായി ഉണ്ടായിരുന്നത്. വെറും 80 രൂപ മാത്രമായിരുന്നു. പലപ്പോഴും സഹപ്രവർത്തകരോട് ഉച്ചഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതിന് കാരണമായി പറയുന്നത് കയ്യിൽ പണമില്ല എന്നതാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥയാണ് ഇത്തരത്തിൽ ശമ്പളം കിട്ടുന്ന പണം മുഴുവൻ കാമുകനായ സഹപ്രവർത്തകന് നൽകുകയും ഏറ്റവും ഒടുവിൽ പട്ടിണി ഇരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഈ മലപ്പുറം സ്വദേശിയായ കാമുകൻ പറഞ്ഞത് സിവിൽ സർവീസിന് ശ്രമിക്കാൻ പോകുന്നു, ഈ ജോലി വിട്ട് സിവിൽ സർവീസിന് ട്രൈ ചെയ്യുന്നു, അതുകൊണ്ട് അങ്ങനെ ആ പഠനത്തിലേക്ക് പോകുന്നു എന്ന കാര്യമാണ്. പക്ഷേ അപ്പോൾ ആ യുവാവിന് മറ്റൊരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ട് എന്ന കാര്യം മേഘ മനസ്സിലാക്കിയെന്നാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് പെൺകുട്ടിയെ വല്ലാതെ തളർത്തിയിരുന്നു, മാനസികമായി തളർത്തിയിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന അടുപ്പം വിവാഹം ചെയ്യണമെന്ന ആവശ്യം കൂടുതൽ ശക്തമായി പെൺകുട്ടി ഉന്നയിച്ചു. അതെല്ലാം തന്നെ നിരസിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിമാനത്താവളത്തിൽ നിന്ന് ചാക്കയിലാണ് താമസിക്കുന്നത്. ആ പേട്ട ഭാഗത്താണ്. ആ പോകുന്ന വഴിയിൽ റെയിൽവേ ട്രാക്കില്ല. പക്ഷേ ഈ ഫോൺ കോൾ, ഏറ്റവും ഒടുവിലത്തെ ഫോൺ കോൾ കഴിയുകയും ഏറ്റവും ഒടുവിൽ നിരാശയായി ഈ ട്രാക്കിനടുത്തേക്ക് വരികയും ട്രാക്കിലൂടെ പോവുകയും ചെയ്തു എന്ന കാര്യം തന്നെയാണ് വീട്ടുകാരോടും പറയുന്നത്. ഏറ്റവും ഒടുവിൽ പിതാവ് ഫോണിൽ ബന്ധപ്പെടുമ്പോൾ റൂമിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ അവസാനത്തെ ഫോൺ കോളിൽ കാമുകനുമായുള്ള സംഭാഷണത്തോടുകൂടി മാനസികമായി വല്ലാതെ തളരുകയും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഈ ട്രാക്കിലൂടെ നടക്കുമ്പോൾ പോലും അയാളോട് സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും ഒടുവിൽ ഈ ആത്മഹത്യക്കുള്ള തൊട്ട് മുൻപത്തെ നിമിഷങ്ങളിൽ പോലും ഒരുപക്ഷെ അയാൾ വിവാഹത്തിന് തയ്യാറായാൽ ജീവിതത്തിലേക്ക് മടങ്ങി വരാമെന്ന് ആ പെൺകുട്ടി കരുതിയിരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. ദൃക്സാക്ഷിയുണ്ട്, ലോക്കോ പൈലറ്റ് ഉണ്ട്. ഈ പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്ന വ്യക്തമാണ്. ശശിനാരായണനും ബി വിനോദുമാണ് വിവരങ്ങൾ നൽകിയത്. IB ഉദ്യോഗസ്ഥയായ മേഘയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. മലപ്പുറം സ്വദേശിയും സഹപ്രവർത്തകനുമായ യുവാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മേഘയുടെ കുടുംബം രംഗത്തെത്തുന്നു. മേഘയെ യുവാവ് സാമ്പത്തികമായി ചൂഷണം ചെയ്തിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം.